الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാമെന്നാണ് എന്നോടെന്ന പോലെ നിങ്ങളെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ടും ജീവിക്കാൻ, സർവോപരി ലോകത്തോട് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമ ഷഹാദത്ത് ചൊല്ലി വിട പറയാൻ അല്ലാഹു നമ്മേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തീകരിച്ചുമാറാകട്ടെ. പലരും പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവരുണ്ട്, ആശുപത്രികളിലും അപകട മരണങ്ങളിലും ഒക്കെ കഴിയുന്നവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചൂട് നമുക്ക് വിവരിക്കാവുന്നതിലപ്പുറം. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോലും കഴിഞ്ഞ കാലത്തുള്ള ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നിങ്ങൾ ലോക്ക്ഡൗൺ പാലിക്കണമെന്നാണ് പറഞ്ഞത്. ആ ലോക്ക്ഡൗൺ സെൽഫ് ലോക്ക്ഡൗൺ ആണ്, സ്വയം ലോക്ക്ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പുറത്തിറങ്ങുന്നതിൽ നമ്മൾ തന്നെ വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു സമയത്താണ് ലോകത്തുടനീളമുള്ള മുസ്ലിം സമൂഹം വലിയൊരു സ്മരണയെ പുതുക്കിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിലും മഹല്ലിലും ആളുകൾ ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവരുടെ യാത്ര അപൂർവമായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അയിടക്കാണ് കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ദമ്പതികളുടെ ഒരു ഓർമ്മ പറഞ്ഞത്, ഓർമ്മ പുതുക്കിയത്. ആ ഭാര്യ ഭർത്താക്കന്മാര് കുടക് പ്രദേശത്ത് കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർ. വളരെ കുറഞ്ഞ കൂലി കൊണ്ട് ആണ് ആ രണ്ടുപേരും അവരുടെ ജീവിതം നയിക്കുന്നത്. എന്നിട്ട് പോലും പരിശുദ്ധ ഇസ്ലാമിന്റെ 5ാമത്തെ തൂണായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവർക്ക് കിട്ടുന്ന ആ തുച്ഛമായ തുക ഒരു ഭാഗം നീക്കി വെക്കുകയാണ് ഹജ്ജ് ചെയ്യാൻ വേണ്ടി. ഇതിൽ നിന്നൊക്കെ നമ്മളേറെ പഠിക്കേണ്ടതുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ളതും എല്ലാം കഴിയുന്നതോടൊപ്പം ഹജ്ജിന് വേണ്ടി ഒരു തുക നീക്കി വെക്കുക എന്നുള്ളതും രണ്ടും വ്യത്യാസം തന്നെയാണ്. അപ്പോഴും അപൂർവമായ ഹജ്ജ് ചെയ്യാൻ, ഹജ്ജ് ചെയ്തവർക്ക് അതിനനുസരിച്ചുള്ള സാലിഹായ ജീവിതം നിർവഹിക്കാൻ അല്ലാഹു നമ്മേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതായാലും ഈ ഹജ്ജ് കർമ്മത്തിന്റെ മുന്നോടിയായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഹിയ്യത്ത് എന്ന കർമ്മം, ബലിയർക്കുക എന്നുള്ള കർമ്മം മുസ്ലിം ഉമ്മത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളതായിട്ടാണ് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് പറയുന്നത്. ഈ വിഷയത്തിൽ ആരെങ്കിലും ലാഘവത്വം പുലർത്തുന്നുണ്ടെങ്കിൽ അതങ്ങനെ പുലർത്തേണ്ട കാര്യമല്ല. ഗൗരവമായിട്ട് എന്നോട് ഓരോരുത്തരോടും പറയുന്നതാണ് ഈ ഹജ്ജിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്തുൽ കർമ്മം നിർവഹിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വരെ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുക എന്നുള്ളത് അത് ശരീഅത്തിന്റെ ഭാഗമാണ്, മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയുടെ ഭാഗമാണ്. ആ അമലിൽപ്പെട്ട ഒരു അമലാണ് ഉദ്ഹിയ്യത്ത് നിർവഹിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജിൽ 34ാമത്തെ ആയത്തിൽ വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക
ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام ولكل أمة جعلنا منسكا. ഓരോ സമൂഹത്തിനും അല്ലാഹു തആല ചില ബലികർമ്മങ്ങൾ രീതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അവര് കന്നുകാലികളെ അറുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ബലികർമ്മങ്ങളെ നിശ്ചയിച്ചത് ഉമ്മത്തിന് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് 5-ലൂടെ അറിയാം. മൻസക്ക് എന്നുള്ള പ്രയോഗം നമ്മൾ എപ്പോഴും ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. നിസ്കാരത്തിന് കൈകെട്ടിയ നമ്മളെപ്പോഴും ഫാത്തിഹയുടെ മുമ്പേ നമ്മൾ ഓതുന്ന വജ്ജത്തുഇല്ലേ, ആ വജ്ജത്തുഇൽ നമ്മൾ പറയുന്നത് എന്താ? വലിന സ്വലാത്തി വനസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും വനസുകി എന്ന ഞാൻ നടത്തുന്ന ബലികർമ്മവും ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുവിനുള്ളതാണ്. അപ്പോ നസക എന്ന് പറയുന്നത് എന്തിനേറെ വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? അത് സൂറത്തുൽ കൗസർ. നീ നിസ്കരിക്കുകയും ചെയ്യുക, ബലികർമ്മം നടത്തുകയും ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി, ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗമാണ് ഉളഹിയ്യത്ത് നിർവഹിക്കുക. അതിന്റെ ഒപ്പം തന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഖീഖ അറുക്കുക, നേർച്ചയായിട്ടുള്ള ബലികർമ്മം നിർവഹിക്കുക, പ്രായശ്ചിത്തമായിട്ടുള്ള ബലികർമ്മം നിർവഹിക്കുക. ഇതൊക്കെ ബലികർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ആരിൽ നിന്നാണ് അല്ലാഹു സ്വീകരിക്കുക? ഹബീലും ഹാബീലുമായ തർക്കത്തെ കുറിച്ച് പറയുമ്പോൾ ഹബീലിന്റെ നിയ്യത്തിനെ അല്ലാഹു സ്വീകരിച്ചു, ഹാബീലിന്റേത് സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ സൂറത്തുൽ മാഇദയിൽ പറയുന്നു. അല്ലാഹു ഒരു മനുഷ്യന്റെ ഖുർബാന എന്ന് പറയുന്നത് ബലികർമ്മമാണ്. അത് സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരിൽ നിന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് നിങ്ങളിൽ നിന്നുള്ള ബലികർമ്മം അല്ലാഹുവിന്റെ അടുത്ത് എത്തുന്നത് ഇറച്ചിയല്ല, അതിന്റെ ബ്ലഡ് അല്ല, മറിച്ച് നിങ്ങളുടെ നിയ്യത്താണ് അല്ലാഹുവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നത്. എന്നിട്ട് പോലും ഇത്രയൊക്കെ വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ട് പോലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ പേര് നിലനിർത്തിക്കൊണ്ട് ഖുർആനും ഹദീസും ഒക്കെ ഉദ്ധരിച്ചിട്ട് ചില ആളുകൾ സമൂഹ മാധ്യമത്തിലൂടെ ചോദിക്കുക, എന്തിനാ ഇങ്ങനെ ബലി അറുക്കുന്നത്? മൃഗങ്ങൾ അറുക്കുന്നത് എന്തിനാണ്? എന്തിനാ ഇങ്ങനെ പൈസ വേസ്റ്റാക്കുന്നത്? അവർക്ക് വല്ല വീടെടുത്ത് കൊടുത്തൂടെ? ഹോസ്പിറ്റലിൽ ചാർജ് കൊടുത്തൂടെ? നല്ല ചോദ്യം. പക്ഷെ എന്താ അതിന് ഉത്തരം? ഒരു കാര്യം നമ്മൾ ഇസ്ലാമിക പ്രഖ്യാപനം കൃത്യമായി മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ബലികർമ്മം ഇസ്ലാമിന്റെ ഭാഗമാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ ചാർജ് കൊടുക്കുന്നതിന് ഇസ്ലാം വല്ല എതിർപ്പ് കൽപ്പിക്കുന്നുണ്ടോ? ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നതിന് ഇസ്ലാം വല്ല എതിർപ്പ് കൽപ്പിക്കുന്നുണ്ടോ? ഒരാൾക്ക് വീടെടുത്ത് കൊടുക്കുന്നതിന് ഇസ്ലാം വല്ല എതിർപ്പ് കൽപ്പിക്കുന്നുണ്ടോ? മനുഷ്യന് ആവശ്യമായത് എന്തും തന്റെ സഹോദരന് കൊടുക്കണം എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പേരിൽ കള്ളമാക്കിക്കൊണ്ട് പറയുക അല്ലാഹു ഇഷ്ടപ്പെടുമോ? വാസ്തവത്തിൽ ഇങ്ങനെ പറയുന്നവർ അല്ലാഹു ഇഷ്ടപ്പെടാത്ത വാക്കുകളാണ്. അല്ലാഹു റഹ്മാനാണ്, റഹീമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലുള്ളത് മുഴുവൻ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആന്റെ വാക്കുകൾ പ്രകാരം വെജിറ്റേറിയൻ ആണ്, നോൺ വെജിറ്റേറിയൻ ആണ്, രണ്ടും മനുഷ്യന് പറ്റുന്നതാണ്.
ഇങ്ങനെയൊക്കെ വിമർശിക്കുന്നവർ അവർ പറയുന്നു അതിനെ സ്വയം മരിക്കാൻ വിടൂ, അങ്ങനെ അത് മരിക്കട്ടെ, നിങ്ങൾ അറുത്തിട്ട് കൊല്ലരുത്. അപ്പോ വെജിറ്റേറിയനായ ആൾക്കാരോടൊക്കെ നമ്മൾ പറയേണ്ടത് അതും വായുവും വെള്ളവും ഉപയോഗിച്ചല്ലേ വളരുന്നത്. ആരെങ്കിലും ഏതെങ്കിലും കായ്കനികൾ ഫലങ്ങൾ അതിന്റെ പ്രായപൂർത്തിയായി വളർച്ചയെത്തി എല്ലാം കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു വീണതിന് ശേഷമാണോ ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്നത്? അല്ല, അതിന്റെ പക്വമായ പ്രായത്തിൽ അത് പറിച്ചിട്ടാണ് ഇത്തരം നിഷേധികളും വിമർശകരും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഖുർആൻ പറയുന്നവരും വിവചനങ്ങൾ ഉദ്ധരിക്കുന്നവരും ഇസ്ലാമിനെതിരെ ഇത്തരം വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തെ, ആദർശത്തെ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച 3-4 ദിവസങ്ങൾക്ക് മുമ്പ് തളിപ്പറമ്പിലെ ഒരു സാലിഹ് ഉപ്പാപ്പ മരണപ്പെട്ടായി നമുക്ക് വിവരം ലഭിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖത്തിന്റെ പേര് ഒരു സന്യാസിയുടെ ആത്മകഥയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കി. ആറ്റിങ്ങലിൽ നിന്നൊരു കൊലീന ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു സഹോദരൻ തന്റെ പ്രായത്തിൽ എവിടെയോ ഒരു സംശയം ജനിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവിടെ നിന്ന് പിന്മാറുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പിന്നീട് അദ്ദേഹം ഹിന്ദു മതം സ്വീകരിച്ചു. തന്റെ വീടിന്റെ അടുത്ത് ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെയൊന്നും കുടുംബത്തിന് ആർക്കും മറ്റുള്ളൊന്നും എതിർപ്പില്ല. ക്രിസ്ത്യൻ സഹോദരനായ തങ്ങളുടെ സഹോദരൻ ഹിന്ദു മതം സ്വീകരിച്ചതിനോ ഒരമ്പലം ഉണ്ടാക്കി ആരാധന ആക്കുന്നതിനോ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. മറിച്ച് എവിടെ എതിർപ്പ് തുടങ്ങുന്നതറിയോ? നിരന്തരമായ അന്വേഷണങ്ങൾക്കിടയിലും തിരച്ചിലുകൾക്കിടയിലും അദ്ദേഹം സത്യം കണ്ടെത്താൻ വേണ്ടി ഈ അമ്പലം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം യാത്ര ചെയ്യുക കാസർഗോഡ് അടക്കമുള്ള പ്രദേശങ്ങളിലെ അവിചാരിതമായ തളിപ്പറമ്പിനെ സലഫി പള്ളിയിൽ എത്തിച്ചേരുകയാണ്. അവിടെ ഒരു പ്രസംഗം കേൾക്കുകയാണ് നരകത്തെ പറ്റി. നമ്മളൊക്കെ എത്ര നാളാണ് പ്രസംഗം കേൾക്കുന്നറിയോ? നരകത്തെ പറ്റിയോ സ്വർഗത്തെ പറ്റിയോ? ആ നരകത്തെ പറ്റിയുള്ള പ്രസംഗം കുടുംബം കേട്ടപ്പോ പുറത്തുനിന്ന് കേൾക്കുകയായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ ഒരു ബോധം തെളിഞ്ഞു. എന്തൊരു സുന്ദരമായ രൂപം അദ്ദേഹത്തെ കണ്ടവരും അനുഭവിച്ചവരും പറയുന്നു, എത്ര കുലീനത്വമുള്ള മനുഷ്യൻ. അല്ലാഹു അദ്ദേഹത്തിന്റെ റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പുതു മുസ്ലിമിന്റെ അനുഭവം ഇത്രയും സുന്ദരമായ ആശയത്തിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ജീവിതം നയിക്കുന്നതാണെങ്കിൽ ജന്മം കൊണ്ട് തന്നെ മുസ്ലിമായ നമ്മുടെയൊക്കെ അവസ്ഥ ഞാനും നിങ്ങൾ ആലോചിക്കണം. ജന്മം കൊണ്ട്, അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ജന്മം കൊണ്ട് തന്നെ നമ്മുടെ ഉമ്മയും മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിമായവരാ നമ്മളൊക്കെ. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തിയിലും നമ്മുടെ ചിന്തയിലും എത്രമാത്രം ഇസ്ലാമിന്റെ ശരീഅത്തും പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് ഞാനും നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കിയേ. എങ്കിലൊരു പക്ഷേ സാലിഹ് ഉപ്പാപ്പയെ പോലെ നമുക്ക് പരിവർത്തനം വരുത്താൻ പറ്റും. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ വഹിയത്ത് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ബലിപെരുന്നാൾ വരുന്നത് അടുത്ത മാസമാണ്. 40 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ മുന്നേ മാനസികമായ ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയാണ് നമുക്ക് പാടുപാടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, "മൻ വജദ സഅതൻ വലം യുദഹിൻ ഫലാ യഖറബന്ന മുസല്ല." സാമ്പത്തികമായ കഴിവുണ്ടായിട്ട് വഹിയത്ത് അറക്കാത്തവൻ അവൻ ബലിപെരുന്നാളിന്റെ നിസ്കാരത്തിന് വരേണ്ടതില്ല, ആ ഭാഗത്ത് അടുക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ബലിയറുത്തുകൊണ്ട് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക നമ്മളെ എപ്പോഴായാലും വഹിയത്തായാലും അഖീഖത്തായാലും നാർച്ചന്റെ അറിവായാലും നമ്മൾ ആർക്ക് അറക്കേണ്ടത്? അത് അല്ലാഹുവിന്റെ പേരിലാണ്. അതിലും നമ്മുടെ ഉമ്മത്തിന്റെ സംശയങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് നിങ്ങൾ അറുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആലോചിച്ച് നോക്കണേ, ചില ആണ്ടുകളും ചില നേർച്ചകളും ഒക്കെ അറിവിന്റെ വിഷയത്തിൽ ആർക്ക് വേണ്ടി അറുത്തതാന്ന് പറയുമ്പോൾ ചില മഹാന്മാരുടെ പേര് പറയുന്നത് നമുക്ക് എടുക്കാം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ബലികർമ്മം നടത്തുന്നുണ്ടെങ്കിൽ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇമാം ഫഖ്റുദ്ദീൻ റാസി തന്റെ തഫ്സീറുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി ഖുർആന്റെ മുഫസ്സിറാണ്. അദ്ദേഹം പറയുന്നത്, മൻ ദബഹ ലിഗൈരില്ലാഹി ഫഹുവ മുർത്തദ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും ബലിയറുത്താൽ
അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നമ്മളൊക്കെ നമ്മുടെ വിശ്വാസം ഈമാൻ എന്തുമാത്രമുണ്ട് എന്ന് ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ നേതാവിന്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം യാതൊരു പ്രശ്നങ്ങളില്ലാതെ അദ്ദേഹം തുറന്നു പറയുക, തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ് കഴിച്ചിട്ടേ ബാക്കിയുള്ളൂ, ശിർക്ക് തന്നെയാണ്, അത് പറഞ്ഞിട്ട് കാര്യം, അത് പറഞ്ഞേ പറ്റും. ഇത്രയും തുറന്നിട്ട് തന്റെ ജനപിന്തുണ പോലും അദ്ദേഹം നഷ്ടപ്പെടുത്തുമോ എന്ന പേടിയില്ലാതെ അദ്ദേഹം ഉച്ചസ്ഥലം താൻ പഠിച്ച ആദർശം. പ്രിയപ്പെട്ടവർ, ഈ കുത്തുക കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഞാനും കേൾക്കുന്നത്, പക്ഷേ നമ്മുടെ എന്തെങ്കിലും വീടുമായിട്ട് കുടുംബമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണോ അങ്ങനെയാവാം ഇങ്ങനെയാവാം. തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലാഹു യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിക്കാൻ അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.